ഹലോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് ലെഗ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ലെഗ് ഡേയുടെ എങ്ങനെയാണ് ലെഗ് ഡേ എന്ന് അത് പറയും. അതേപോലെ തന്നെ വേറൊരു കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. ഇങ്ങനെ ട്രെയിനിങ് ഇന്നച്ചറിയുടെ കാര്യമാണ് ആദ്യം പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഇന്നച്ചാൽ ട്രെയിൻ ചെയ്യണം, നിങ്ങൾ ജിമ്മിൽ കൊടുക്കുന്ന കാശ് മുതലാക്കുന്നുണ്ടോ, അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ സംഭവം എന്നാന്ന് വെച്ചാൽ ഇന്ന് ലെഗ് ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് ആദ്യം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ലെഗ് പ്രസ് ചെയ്യും, ഒരു 3 സെറ്റ് വർക്ക് സെറ്റ് മാക്സിമം ഡീപ്പായിട്ട് തന്നെ ചെയ്യാൻ നോക്കും. പിന്നെ അതേപോലെ ഒരു 2 ലഞ്ചസ് ചെയ്യും 3 സെറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഗ് എക്സ്റ്റൻഷൻ 3 സെറ്റ് ചെയ്യും. അത് ഹാംസ്ട്രിങ്ങുകൾ 3 സെറ്റ് ചെയ്യും. അപ്പോൾ 4 ലെഗ് വർക്കൗട്ടായി. അതിന് കാഫിനായിട്ട് ഞാൻ ഒരു സ്റ്റാൻഡിങ് കാഫ് റേസ് 3 സെറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ലെഗിന് ചെയ്യുന്ന വർക്കൗട്ട്. ലെഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്നച്ചാൽ ട്രെയിൻ ചെയ്യുക. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ലെഗ് മാക്സിമം ചെയ്യാൻ മടിയാണ് എല്ലാവർക്കും. എനിക്ക് മടിയാണ്. ഈവൻ നൗ എൻ്റെ ലെഗിൻ്റെ വേദന മാറി വരുന്നേ ഉള്ളൂ. ആഴ്ച 2 ലെഗ് ഡേ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെഗിയുടെ വേദന മാറിയതേ ഉള്ളൂ. അപ്പോൾ അതിന് അടുത്ത ലെഗ് ഡേ ഉണ്ട്. അപ്പോൾ ലെഗ് ഒരു ഇമ്പോർട്ടൻറ്റ് മസിലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലെഗ് ഒരിക്കലും നിങ്ങളുടെ ബോഡിയിൽ ഏറ്റവും വലിയ ബോഡി പാർട്ടാവത്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയെ വൃത്തികേടാക്കുന്ന ബോഡി പാർട്ടാവത്തില്ല എത്ര വലുതായാലും. ചെറിയ വൃത്തികേടാം. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടോ അവരുടെ ബോഡിക്ക് ഏറ്റവും വലിയൊരു ലെഗുള്ള കാണാൻ പറ്റത്തില്ല, നാച്ചുറലി കാണാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ലെഗിൻ്റെ ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെഗ് മാക്സിമം ട്രെയിൻ ചെയ്യുക. ലെഗ് എത്രത്തോളം നിങ്ങളുടെ വലുതാവുന്നു, അത് നിങ്ങളുടെ വേസ്റ്റ് അത്രയും ചെറുതായിട്ട് തോന്നും. അപ്പോൾ നിങ്ങളുടെ എക്സ്റ്റേപ്പർ വരും ബോഡി. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വിങ്സ് ഒക്കെ ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ലുക്കായിരിക്കും കാണാൻ. അപ്പോൾ എനിവേ ഞാനിപ്പോൾ ഇന്ന് ലെഗിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ മസിൽ അനാട്ടമിയുടെ കാര്യം പറയാമെന്ന് വിചാരിച്ചു. മസിൽ അനാട്ടമി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മസിലിനെ ട്രെയിൻ ചെയ്യുമ്പോൾ അതെങ്ങനെ ട്രെയിൻ ചെയ്യണം, അത് ഏത് രീതിയിൽ ട്രെയിൻ ചെയ്യണം, എത്ര ഇന്ത്യൻസ് പോകണം എന്നൊക്കെ പറയാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ വന്ന കുറച്ച് വാക്കുകൾ ഈ വ്ളോഗിലും അല്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന വ്ളോഗുകളിൽ ഞാൻ പറയാൻ പോകുന്ന കുറച്ച് വാക്കുകളൊക്കെ ഞാൻ പറയാം. കോൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു മസിൽ ഏതെങ്കിലും അത് സ്ട്രെച്ച് ആവുന്ന പൊസിഷനുണ്ട്. ഇപ്പോൾ ബൈസ് ആണെങ്കിൽ ഇതാണ്. അപ്പോൾ അവിടെ നിന്ന് ഫ്ലെക്സ് ആവുന്ന പൊസിഷനുണ്ട്. ഇപ്പോൾ ഇവിടം വരെ വരുന്നതിനെയാണ് നമ്മൾ കോൺസെൻട്രിക് എന്ന് പറയുന്നത്. അതായത് മസിൽ സ്ട്രെച്ച് ആവുന്ന നിർത്തുന്ന അത് കോൺട്രാക്റ്റ് ആവുന്ന പൊസിഷൻ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ അതേപോലെ ഓപ്പോസിറ്റ് പോകുന്നതിന് എക്സെൻട്രിക് എന്ന് പറയും. പിന്നെ ഇത് രണ്ട് വേറൊരു പേരും കൊണ്ടതിന്, അതായത് കോൺസെൻട്രിക് എന്ന് പറഞ്ഞ പാർട്ടിന് നമുക്കാണെങ്കിൽ വേണമെങ്കിൽ പോസിറ്റീവ് എന്ന് പറയാം, ഈ എക്സെൻട്രിക് നെഗറ്റീവ് എന്നും പറയാം. ഇനിയും ഇതെങ്ങനെ മസിൽ ഗെയിനിങ്ങിൽ ഇമ്പോർട്ടൻറ്റ് ഞാൻ പറയാം. ഈ കോൺസെൻട്രിക് എന്ന് പറഞ്ഞ പാർട്ട് മസിൽ ഗെയിനിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് ഉണ്ട്, പക്ഷേ ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. മസിൽ ഗെയിനിങ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സെൻട്രിക് പാർട്ടാണ്, അതായത് താഴോട്ട് പോകുന്ന പാർട്ട്, നിങ്ങളുടെ വെയിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാവിറ്റിയാണ് അതുപോലെ വർക്കെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഗ്രാവിറ്റിയെ വർക്ക് ചെയ്യാൻ വിടരുത്. അതാണ് ഗ്രാവിറ്റിയെ മാക്സിമം പണി കൊടുക്കുക. നിങ്ങൾ ഗ്രാവിറ്റി റെസ്റ്റ് ചെയ്യാൻ നോക്കുക. മാക്സിമം വെയിറ്റ് മണ്ടയ്ക്ക് പിടിച്ചെടുത്താൽ നോക്കുക. അത് പിടിച്ചെടുത്തരുത്, താഴെ വിടണം. ഒരു 3-4-5 സെക്കൻഡ് കൊണ്ട് വിടുക. എൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല എത്ര ക്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു വെയിറ്റ്, ഇപ്പോൾ ഒരു സ്പെസിഫിക് മസിലിന് സ്പെസിഫിക് മൂവ്മെൻറ്റ് ഒരു സ്പെസിഫിക് വെയിറ്റ് നിങ്ങൾ ചെയ്യുക. ആ ഒരു വെയിറ്റിൽ നിങ്ങൾക്ക് ആ എക്സെൻട്രിക് പാർട്ട്, അതായത് തിരിച്ചു വിടുന്ന പാർട്ട് ഒരു 3 to 5 സെക്കൻഡ്സ് ഉള്ളിൽ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ പടപടാന്ന് വിടുക. ആ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണോ. വെയിറ്റ് പോരാ. വെയിറ്റ് ഇട്ടേക്കുന്നത് കൂടുതൽ, നിങ്ങൾ മെഷീനിലോ നിങ്ങൾ എടുത്തേക്കുന്ന വെയിറ്റ് കൂടുതൽ. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാം. അപ്പോൾ പ്രിഫർ മാക്സിമം ചെയ്യുക. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ജിമ്മിൽ നിങ്ങൾ എത്ര വെയിറ്റ് എടുത്ത് നോക്കാൻ പറ്റത്തില്ല. അവിടെ നോക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാർ നോക്കാൻ പോകുന്നത് ഇവൻ ഇത്രയും മസിലുണ്ട്, ഇത്രയും നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അത് ട്രെയിൻ ചെയ്യുക. സാകിർ ഗോകുൽ എന്ന് പറഞ്ഞ യൂട്യൂബറുണ്ട്, ഹിന്ദിയാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു കോട്ടുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നത് നിങ്ങൾക്ക് ഇത്ര വെയിറ്റ് ചെയ്തു, അല്ല ഒരു 200 ഡെഡ് ലിഫ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ 300 കിലോ ബെഞ്ച് പ്രസ് ചെയ്തു, അത് ആരും നോക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടുകളയാനല്ല പറയുന്നത്, അത് നോക്കുന്നില്ല. ബട്ട് നിങ്ങളുടെ ഫിസിക്ക് എന്ത് ചെയ്യേ. അപ്പോൾ അത് പുള്ളി വേറെ രീതി എന്തൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ ഇതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കുറച്ച് വെയിറ്റ് ഈക്വൽ ലിഫ്റ്റ് ചെയ്യുന്ന പറഞ്ഞ കാര്യമില്ല, നിങ്ങളുടെ ഫിസിക്ക് എന്ത് ചെയ്യേ, അതാണ് ആൾക്കാർ നോക്കുന്നത്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ മാക്സിമം പയ്യെ അടിക്കാൻ നോക്കുക.
ഇവരെ മൊമെൻ്റ് യൂസ് ചെയ്ത് ഇങ്ങനെ ബൈസ് ചെയ്യാതെ കറക്റ്റ് ആ ബൈസ് മാത്രം എടുത്ത് പൊക്കുക. ബൈസ് ചെയ്യുവാണെങ്കിലും അല്ലെങ്കിൽ ഏത് മൂവ്മെൻറ്റ് ചെയ്യുവാണ് മൊമെൻ്റ് യൂസ് ചെയ്തിരിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാനെന്ന്. ഇനിയും ഇന്ന് ലെഗ് ഡേ ആണ്. ലെഗിൻ്റെ ജിമ്മിലെ വീഡിയോ കാണാം. ഇന്ന് സംസാരിക്കത്തൊന്നുമില്ല, കാരണം മൈക്ക് ഇപ്പം തന്നെ കണ്ടല്ലോ, ഇത്ര നീളവേ ഉള്ളൂ. അപ്പോൾ വോയിസ് ഓവർ ആയിരിക്കും. ഇനി ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്ലിച്ച് വന്ന് കാണും, ആ കടകടപ്പ് വന്ന് കാണും. അപ്പോൾ അത് മൈക്കിന് ശരി കട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇനിവേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻസോ അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്യേണ്ട വേറെ ഇത് എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. അതില്ലെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ കണ്ടു, നിങ്ങളത് ഇഷ്ടപ്പെട്ടു എന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് ജിം വെച്ച് കാണാം. ഇവിടെ ചെയ്യുന്ന ലെഗ് പ്രസ് ഗ്ലൂട്ട് ഫോക്കസ്ഡ് ആണ്. അപ്പോൾ ഗ്ലൂട്ട് ഫോക്കസ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കാല് പൊക്കി വെക്കും കുറച്ച്. അപ്പോൾ ക്വാഡ് ഫോക്കസ്ഡ് ചെയ്യുന്നതെങ്കിൽ കാല് മാക്സിമം താത്തു വെക്കും. ഇതിപ്പോൾ ഗ്ലൂട്ട് ഫോക്കസ്ഡ് ആണ്, അതുകൊണ്ട് കാല് ഇത്രയും പൊക്കി വെച്ചിരിക്കുന്നത്. ക്വാഡ്സ് ആണെങ്കിൽ കാല് ഫുള്ളി താത്തു വെക്കും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ വെയിറ്റ് കൂട്ടുന്ന ആൾക്കാർ ഡൗട്ട് ഉണ്ട് എങ്ങനെയാണ് ഇപ്പോൾ കൂട്ടേണ്ട രീതി എന്ന് പറഞ്ഞാൽ, പടപടാന്ന് 10-20 കിലോ കൂട്ടാതെ നിങ്ങൾ കഴിഞ്ഞ ട്രെയിനിങ് സെഷനിൽ ചെയ്തതിനെക്കാട്ടി ഒരു 5 കിലോ കൂട്ടുമോ 2.5 കിലോ കൂട്ടുമോ അങ്ങനെ വല്ലതും കൂട്ടാവുള്ളൂ. പിന്നെ അതേപോലെ വാമപ്പ് സെറ്റ്, വാമപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന ഒരു PR സെറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ചെയ്തതിൻ്റെ ഹെവി സെറ്റ്, അതിൻ്റെ ഒരു 50% ലോഡ് വെച്ചാണ് നിങ്ങൾ വാമപ്പ് ചെയ്യേണ്ടത്. ഫെയിലർ പോകരുത്. നിങ്ങളുടെ മസിലിനെ പഠിപ്പിക്കുക, ഇങ്ങനെ മൂവ് ചെയ്യണം, ഇങ്ങനെ ചെയ്യാവൂ എന്നൊക്കെ. അപ്പോൾ ഇവിടെ വാമപ്പില്ല, ഒരു സെറ്റ് ഞാൻ റെക്കോർഡ് ചെയ്തോളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാംസ്ട്രിങ്ങുകളാണ്. ഹാംസ്ട്രിങ്ങുകൾ ചെയ്യുമ്പോൾ ഒത്തിരി പേര് പറയും ഈ സീറ്റ് പൊക്കരുത്, നമ്മുടെ ഹിപ്പ് പൊക്കരുത്, ഫുൾ ഐസൊലേറ്റ് ചെയ്യണം. പക്ഷേ സംഭവം എന്നാന്ന് വെച്ചാൽ, നമ്മളൊരു ഫെയിലർ അടുക്കുമ്പോൾ ഒരിക്കലും പോസിബിൾ ആകാത്ത കാര്യമാണ് അത്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടാവുന്ന കുറച്ച് സ്റ്റിമുലസ് ഉണ്ട് ഗ്രോത്ത് ഹാംസ്ട്രിങ്ങിന്, അപ്പോൾ അതങ്ങ് പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് ഇപ്പോൾ പൊങ്ങിയായാലും ഞാൻ റെപ്പങ്ങ് പെർഫോം ചെയ്യുന്നത്. കാരണം എനിക്ക് മാക്സിമം ഫീൽഡ് ടച്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇതാണ് വർക്കൗട്ട്, ഇതെല്ലാവരും ചെയ്യുന്നൊരു വർക്കൗട്ടായി. പിന്നെ നിങ്ങൾ നെഗറ്റീവ് പയ്യെ ചെയ്യുക. ഇപ്പോൾ കാണാം ഞാൻ പയ്യെ വിടുന്ന ഒരു 2 സെക്കൻഡ് വെച്ച് ഒക്കെ വിടുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക. അല്ല പടപടാൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഗ്രോത്ത് കിട്ടത്തില്ല. ഗ്രോത്ത് കിട്ടും, പക്ഷേ നിങ്ങളത് ഫുള്ള് പിരിഞ്ഞെടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാവും. അപ്പോൾ ഈ സീറ്റ് എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ ലീൻ ബാക്ക് ചെയ്യുന്നൊരു ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ക്വാഡ്സിന് 4 ഹെഡാണ് ഉള്ളത്. അത് എന്തായിരുന്നു, അപ്പോൾ അതിനകത്ത് ഒരു ഹെഡ് റെക്ടസ് ഹ്യൂമറസ് എന്ന് പറഞ്ഞ ഹെഡുണ്ട്. അപ്പോൾ അത് ലെങ്തൻ ആവണം, അത് ഗ്രോ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സീറ്റ് ബാക്കിൽ വിട്ടാലേ അത് ഇൻവോൾവ് ആകത്തുള്ളൂ. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വോക്കിംഗ് ലെൻസ് ആണ്. വോക്കിംഗ് ലെൻസ് എന്ന് പറഞ്ഞാൽ വലിയ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇല്ല, പക്ഷേ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ചെയ്യുന്ന. നിങ്ങൾ ഗ്രോത്തിനായിട്ട് ചെയ്യാനാണെങ്കിൽ ലെൻസ് ഏറ്റവും ബെറ്റർ നമ്മുടെ സ്പ്ലിറ്റ് സ്ക്വാട്ട് ചെയ്യുന്നതാണ്. അതാണ് കുറച്ചുകൂടെ മസിൽ ലെങ്തൻ ആവുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളവരാണ് അത് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഒരു A to B എന്ന് പറഞ്ഞ പോയിന്റ് നമുക്കുണ്ട് ചെയ്യാൻ. അപ്പോൾ അതായിട്ട് എനിക്ക് ഭയങ്കര മെൻ്റലി ഒരു സ്ട്രോങ് ആക്കുന്ന സാധനം തന്നെ. പിന്നെ ഇവിടെ കാഫ് റേസ് ആയെന്ന്. ഈ കാഫ് റേസ് ചെയ്യുമ്പോൾ ഒത്തിരി പേര് ചെയ്യുന്നത് തെറ്റാണ്. അത് ഫുള്ള് താക്കാത്ത കാര്യം, മണ്ടയ്ക്കിട്ട് റെപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ താഴോട്ട് പോവുക, മസിൽ ലെങ്ത് ആയാലേ ഗ്രോത്ത് കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ ഈ മെഷീൻ്റെ പേര് പവർ സ്ക്വാട്ട് എന്ന് പറഞ്ഞ എന്തോ മെഷീനാണ്. അപ്പോൾ ഈ മെഷീനിലാണ് ഞങ്ങളുടെ ജിമ്മിലുണ്ട്, ഞാൻ അതിലാണ് കാഫ് റേസ് ചെയ്യുന്നത്. കാരണം കാല് നൂന്നിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ്ട്രോട്ടീനീസ് എന്ന് പറഞ്ഞൊരു ഹെഡുണ്ട് കാപ്പിന്, അത് കൂടുതൽ ഗ്രോത്ത് കിട്ടും. മറ്റേ സോളിയസ് ഒരേ ഗ്രോത്ത് കഴിഞ്ഞായിരിക്കും ഏത് ചെയ്താലും, സീറ്റഡ് ചെയ്താലും സ്റ്റാൻഡിങ് ചെയ്താലും. പക്ഷേ ഈ ഗ്യാസ്ട്രോട്ടീനീസ് എന്ന് പറഞ്ഞാൽ വേറൊരു മസിലുണ്ട്, അതിന് ഗ്രോത്ത് കിട്ടും നമ്മൾ ഈ നിന്ന് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ നീ നൂന്നിരിക്കുമ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതാ കാരണം കൊണ്ടായി ചെയ്യുന്നത്. അപ്പോൾ പയ്യെ അടിക്കാൻ നോക്കുക റെപ്പ്. നിങ്ങൾക്ക് ലാസ്റ്റ് റെപ്പ് ചെയ്യുമ്പോഴത്തേക്ക് തല ഹോൾഡ് ചെയ്യുക കുറച്ച് നേരം. ഇപ്പോൾ കാലോട്ടും വയ്യാൻ